റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്ന പുസ്തകത്തിൽ നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട 4 പ്രഭാത ദിനചര്യങ്ങളെ പറ്റി പറയാം. പ്രിൻസിപ്പിൾ നമ്പർ 1, യൂസ് 20-20 ഫോർമുല. കാലത്തെണീറ്റാൽ നമ്മൾ സ്വയം ചോദിക്കുന്ന ചോദ്യമായിരിക്കും, ഇത്രയ്ക്ക് നേരത്തെ എഴുതിയിട്ട് എന്ത് ചെയ്യാനാണെന്ന്. പക്ഷേ ഇവിടെ റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് രാവിലെ 5 മണി മുതൽ 6 മണി വരെ 1 മണിക്കൂർ നമ്മൾ സ്പെഷ്യൽ റൂട്ടീൻ ഫോളോ ചെയ്യണമെന്നാണ്. ഈ ഒരു റൂട്ടീനെ റോബിൻ ശർമ്മ വിക്ടോറിയ ഹവർ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വിക്ടോറിയ ഹവറിനെ 20 മിനിറ്റുള്ള 3 പാർട്സായി ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ 20 മിനിറ്റ്, അതായത് 5 മണി മുതൽ 5:20 വരെയുള്ള സമയം എക്സസൈസ് ചെയ്യാനുള്ളതാണ്. ഇതിന് ജിമ്മിൽ പോവേണ്ട ആവശ്യമില്ല, വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആയാലും മതി. പക്ഷേ വിയർക്കണമെന്ന് മാത്രം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എനർജി ലെവലും ഫോക്കസും ഒരുപാട് വർദ്ധിക്കും. അതിന് കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രെയിനിൽ രൂപപ്പെടുന്ന BDNF അഥവാ ബ്രെയിൻ ഡിറൈവഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന കെമിക്കലാണ്. BDNF നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും തലച്ചോറിൽ ന്യൂറോ കണക്ഷൻ പ്രോസസ്സ് വർദ്ധിക്കുകയും ചെയ്യും. ഫൈനലി ഇത് നമ്മുടെ ഫോക്കസും എനർജി ലെവലും വർദ്ധിപ്പിക്കുന്നു. അടുത്ത 20 മിനിറ്റ്, അതായത് 5:20 മുതൽ 5:40 വരെയുള്ള സമയം റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സമയമാണ്. ഈ സമയം നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളും അതിലേക്കുള്ള എത്തിച്ചേരാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി അനലൈസ് ചെയ്യാം. ഇതിനായി റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് ജേർണലിംഗ് ചെയ്യാനാണ്. ആദ്യം ഒരു പുസ്തകമെടുത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി എഴുതുക. ശേഷം ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ആ ദിവസം എന്തെല്ലാം ചെയ്യാമെന്ന് എഴുതുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കും. അടുത്ത 20 മിനിറ്റ്, അതായത് 5:40 മുതൽ 6 മണി വരെ ഗ്രോ ചെയ്യാനുള്ള സമയമാണ്. ഇവിടെ നമ്മുടെ പ്രവൃത്തി മേഖലയെ കുറിച്ചുള്ള നല്ല അറിവ് നേടിയെടുക്കുവാൻ വേണ്ടി ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതിനായി പുസ്തകം വായിക്കുകയോ ഓഡിയോ ബുക്സ് കേൾക്കുകയോ ചെയ്യാം. നിങ്ങൾ ഒരു വർഷത്തേക്ക് 20-20 ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ 122 മണിക്കൂറോളം എക്സസൈസ് ചെയ്തിട്ടുണ്ടാവാം. 122 മണിക്കൂറോളം നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടാവാം. 122 മണിക്കൂറോളം നിങ്ങളുടെ പ്രവൃത്തി മേഖലയുടെ കുറിച്ച് അറിവ് നേടിയിട്ടുണ്ടാവാം. പ്രിൻസിപ്പിൾ നമ്പർ 2, ട്വിൻ സൈക്കിൾ ഓഫ് എലൈറ്റ് പെർഫോമർ. കുട്ടിക്കാലത്ത് നമ്മെ എല്ലാവരും ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നന്നായി പരിശ്രമിക്കണമെന്ന്. എന്നാൽ ഇവിടെ റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഠിന പ്രയത്നം പോലെ വളരെ പ്രധാനമാണ് വിശ്രമം. ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും കൃത്യമായി വർക്ക് റെസ്റ്റ് റേഷ്യോ ബാലൻസ് ചെയ്യുന്നവരാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരുന്നത് പോലെ നമ്മുടെ റെസ്റ്റ് ഫേസും നമ്മൾ വളർത്തുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ നിലം ഉഴുത് വിത്ത് വിതച്ച് കള പറിച്ച് നടുന്നത് വരെ വളരെ കഠിനമായ ജോലികളായിരിക്കാം. എന്നാൽ ശേഷം കൃഷിക്കാരൻ ഒരു റെസ്റ്റ് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സമയത്താണ് വിളകൾ നന്നായി വളരുന്നത്. ഇതുപോലെ തന്നെ ജീവിതത്തിൽ വർക്ക് റെസ്റ്റ് റേഷ്യോ ബാലൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ പലരും റെസ്റ്റിനെ വളർച്ചയുടെ ഭാഗമായി തന്നെ കണക്കാക്കുന്നു. ഇവിടെ റെസ്റ്റ് ഫേസ് അഥവാ ഉറക്കം നമ്മുടെ വളർച്ചയുടെ പ്രധാന ഘടകം തന്നെയാണ്. ഉറക്കത്തിൻ്റെ അളവ് നമ്മുടെ ആരോഗ്യത്തെ പോലും തീരുമാനിക്കും എന്നാണ് പഠനത്തിൽ നിന്നുള്ള അറിവ്. അതിനാൽ റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായ ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് ഇവയിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്നാണ്. കാരണം ഇവയൊക്കെ ബ്ലൂ ലൈറ്റ് പുറംതള്ളുന്നവയാണ്. ഇത് നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റിനോൺ എന്ന കെമിക്കലിൻ്റെ അളവ് കുറയ്ക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഉറക്കത്തിന് 1 മണിക്കൂർ മുമ്പ് നമ്മുടെ ഇലക്ട്രോണിക്സ് ഡിവൈസ് എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് പിന്നീട് ഈ സമയം പുസ്തകം വായിക്കുകയോ ഫാമിലിയുടെ കൂടെ ചിലവഴിക്കുകയോ ചെയ്യാം. ദ 4 ഇൻറ്റീരിയർ എംപയർ. ജീവിതത്തിൽ സന്തോഷവാനായി ഇരിക്കുവാൻ റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് പ്രധാനമായും 4 വിഷയത്തിൽ സമയം ചിലവഴിക്കാനാണ്. നമ്പർ 1, മൈൻഡ് സെറ്റ്. നമ്പർ 2, ഹേർട്ട് സെറ്റ്. നമ്പർ 3, ഹെൽത്ത് സെറ്റ്. നമ്പർ 4, സോൾ സെറ്റ്. മൈൻഡ് സെറ്റ്. നമ്മൾ യൂട്യൂബിൽ ധാരാളം മോട്ടിവേഷണൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് നമ്മുടെ മൈൻഡ് സെറ്റ് ഇംപ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ മൈൻഡ് സെറ്റ് ഇംപ്രൂവ് ചെയ്യുന്നത് പോലെ തന്നെ ഹേർട്ട് സെറ്റ്, ഹെൽത്ത് സെറ്റ് ആൻഡ് സോൾ സെറ്റ് എന്നിവ ഇംപ്രൂവ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. ഹേർട്ട് സെറ്റ്.
ഇവിടെ ഇമോഷണൽ ലൈഫിനെയാണ് ഹേർട്ട് സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആണെങ്കിൽ പോലും ജീവിതത്തിൽ നേരിടുന്ന ഇമോഷണൽ പ്രോബ്ലംസ്, ഫോർ എക്സാമ്പിൾ കൂട്ടുകാരുമായോ ഫാമിലി മെമ്പേഴ്സുമായോ ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് പോലും ഭാവി തീരുമാനത്തെ വരെ ബാധിച്ചേക്കാം. ഹെൽത്ത് സെറ്റ്. തിരക്കു പിടിച്ച ജീവിതത്തിൽ നമ്മൾ ആരും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ നമ്മുടെ ഹെൽത്ത് വീക്ക് ആവുകയാണെങ്കിൽ പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾക്ക് ഒരു അർത്ഥവുമില്ല. ഈ ഒരു കാര്യം നന്നായി അറിയുന്ന ഒരാൾ, ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ എല്ലാം തന്നെ എക്സസൈസ് ചെയ്യുക എന്നത് വളരെ സമയം കളയുന്ന കാര്യമായി തോന്നാം. സൗൾ സെറ്റിൽ നമ്മൾ പലരും പണത്തിനും നേട്ടത്തിനും പുറകെയാണ്. പക്ഷേ പലപ്പോഴും ഇത്തരം നേട്ടങ്ങൾ നമ്മെ സന്തോഷപ്പെടുത്താറില്ല. എന്നാൽ ഇവിടെ റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് നമ്മൾ നമ്മെ തന്നെ സ്വയം അറിയുക എന്നാണ്. ഇതിനായി പ്രാർത്ഥിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ചെയ്യാം. സന്തോഷവാനായി മാറാൻ വേണ്ടി ജീവിതത്തിൽ ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും ചെയ്യേണ്ടതാണ്. പ്രിൻസിപ്പിൾ നമ്പർ 4, ഹാബിറ്റ് ഇൻസ്റ്റാളേഷൻ പ്രോട്ടോകോൾ. ഇവിടെ റോബിൻ ശർമ്മയുടെ അഭിപ്രായത്തിൽ ഏതൊരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ഹാബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മിനിമം 66 ദിവസമെങ്കിലും എടുക്കും. അതായത് 9 ആഴ്ച. നമ്മുടെ പ്രവർത്തികൾ ഹാബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പ്രധാനമായും 3 സ്റ്റേജിലൂടെയാണ്. സ്റ്റേജ് നമ്പർ 1, ഡിസ്ട്രക്ഷൻ ഫേസ്. ആദ്യത്തെ 3 ആഴ്ചയിൽ തന്നെ നമ്മുടെ പഴയ ശീലങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ശീലങ്ങൾ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഈ ഒരു ഘട്ടം കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിൽ പവറിൻ്റെയും മോട്ടിവേഷൻ്റെയും ഉപയോഗം ഇവിടെ വളരെ പ്രധാനമാണ്. സ്റ്റേജ് നമ്പർ 2, ഇൻസ്റ്റാളേഷൻ ഫേസ്. ആദ്യഘട്ടത്തിലേതുപോലെ തന്നെ 3 ആഴ്ചയുടെ കാലാവധിയാണ് ഇൻസ്റ്റാളേഷൻ ഫേസിനുള്ളത്. ഇൻസ്റ്റാളേഷൻ ഫേസിൽ നമ്മുടെ പുതിയ ശീലങ്ങൾ നമ്മെ നിരാശപ്പെടുത്തിയേക്കാം. കാരണം ചിലപ്പോൾ നമ്മുടെ പുതിയ ശീലങ്ങൾ നമുക്ക് തന്നെ ഒരു ഫലവും നൽകില്ല. ഇതുകൊണ്ട് തന്നെ ഈ ശീലങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ പോലും തോന്നിയേക്കാം. സ്റ്റേജ് നമ്പർ 3, ഇൻ്റഗ്രേഷൻ ഫേസ്. അവസാനത്തെ 3 ആഴ്ചയിൽ നമ്മുടെ പുതിയ ശീലങ്ങൾ പിന്തുടരാൻ വളരെയധികം എളുപ്പമായിരിക്കും. പിന്നീട് കാലത്ത് ഉണരാൻ മോട്ടിവേഷൻ്റെയോ വിൽ പവറിൻ്റെയോ ആവശ്യമുണ്ടാവില്ല. മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങൾ പിന്തുടരുകയാണെങ്കിൽ 5 AM ക്ലബ് എന്നതിലെ ഒരു മെമ്പർ നിങ്ങൾക്കാവാം. റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള 4 പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.